ഹായ് എവരിവൺ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നിങ്ങളൊരു ഫ്രഷർ ആയിക്കോട്ടെ അല്ലെങ്കിൽ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ആളായിക്കോട്ടെ, നിങ്ങൾക്കൊരു റെസ്യൂമെ ക്രിയേറ്റ് ചെയ്യാൻ അല്ലെങ്കിൽ ഒരു CV ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് മറ്റൊരാളെ ആശ്രയിക്കേണ്ടി വരുന്നുണ്ടെങ്കിൽ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ളതാണ്. കാരണം ഇന്നത്തെ കാലത്ത് നമ്മൾക്ക് ഒരുപാട് ഫ്രീ സോഫ്റ്റ്വെയർസും ടെംപ്ലേറ്റ്സും അവൈലബിൾ ആണ് ഒരു റെസ്യൂമെ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് നമുക്ക് എങ്ങനെ ഒരു 5 മിനിറ്റിൽ പെട്ടെന്ന് ഒരു റെസ്യൂമെ ക്രിയേറ്റ് ചെയ്യാം എന്നുള്ളതാണ്. അപ്പോൾ റെസ്യൂമെ ക്രിയേറ്റ് ചെയ്തതിന് ശേഷം വാലിഡേറ്റ് ചെയ്യാൻ വേണ്ടി നിങ്ങൾക്ക് ആരെങ്കിലും സമീപിക്കാവുന്നതാണ്. സോ ലെറ്റ്സ് സ്റ്റാർട്ട് ദ വീഡിയോ. അപ്പോൾ നമ്മൾ ആദ്യം പറഞ്ഞതുപോലെ നമുക്ക് 5 മിനിറ്റിൽ പെട്ടെന്ന് ഒരു റെസ്യൂമെ എങ്ങനെ ക്രിയേറ്റ് ചെയ്യാമെന്നാണ് നോക്കുന്നത്. അപ്പോൾ അതിനായിട്ട് നമ്മൾ ഗൂഗിളിൽ അല്ലെങ്കിൽ നിങ്ങൾ ഏതെങ്കിലും ഒരു സെർച്ച് എഞ്ചിനിൽ നിങ്ങൾക്ക് ക്യാൻവ എന്ന് സെർച്ച് ചെയ്യാവുന്നതാണ്. ഞാൻ യൂസ് ചെയ്യുന്നത് ക്യാൻവയാണ്. കാരണം ക്യാൻവയിൽ കുറച്ചധികം ഫ്രീ ആയിട്ടുള്ള ടെംപ്ലേറ്റുകൾ നമുക്ക് അവൈലബിൾ ആണ് കമ്പയർഡ് ടു അതർ ആപ്ലിക്കേഷൻസ്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏതെങ്കിലും ഒരു ആപ്ലിക്കേഷൻ യൂസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇത് ജസ്റ്റ് ഒരു എക്സാമ്പിൾ മാത്രമാണ്. അപ്പോൾ ഇതിൽ നിങ്ങൾക്ക് ജസ്റ്റ് റെസ്യൂമെ എന്ന് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് സജഷൻസ് വരുന്നതാണ്. റെസ്യൂമെ, പ്രൊഫഷണൽ റെസ്യൂമെ ഉണ്ട്, അതേപോലെ സ്റ്റുഡൻറ്റ് റെസ്യൂമെ ഉണ്ട്. അപ്പോൾ ഞാനൊരു സ്റ്റുഡൻറ്റ് റെസ്യൂമെ എന്നുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്യുകയാണ്. ആൻഡ് അത് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് ഇവിടെ ഫിൽറ്റേഴ്സ് അവൈലബിൾ ആണ്. അപ്പോൾ ഇതിൽ നിങ്ങൾക്ക് ഏത് കാറ്റഗറി ആണെന്നുള്ളത് സെലക്ട് ചെയ്യാം. അതേപോലെ നിങ്ങളുടെ റെസ്യൂമയുടെ സ്റ്റൈൽ എന്തായിരിക്കാം, ഞാനിപ്പോൾ പ്രൊഫഷണൽ ഇതിൽ സെലക്ട് ചെയ്യുകയാണ്. ആൻഡ് താഴോട്ട് വന്നു കഴിഞ്ഞാൽ എങ്ങനെയുള്ള തീം ആയിരിക്കണം വേണ്ടുന്നത്, അതേപോലെ എന്തൊക്കെ ഫീച്ചേഴ്സ് ആയിരിക്കാം അതിലുണ്ടായിരിക്കേണ്ടത്, അങ്ങനെ കുറച്ചധികം ഓപ്ഷൻസ് നമുക്ക് അവൈലബിൾ ആണ്. ആൻഡ് ലാസ്റ്റിൽ നമുക്ക് ഫ്രീ ഉണ്ട്, അതേപോലെ പ്രോ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പേയ്മെൻറ്റ് കൊടുക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ഫ്രീ ആയിട്ടുള്ള ഫംഗ്ഷനാലിറ്റീസ് നമുക്ക് മതി. ആക്ച്വലി ഫോർ ബിഗിനേഴ്സ് അതൊക്കെ മോർ ദാൻ എനഫ് ആണ്. അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് കുറച്ചധികം ടെംപ്ലേറ്റ്സുകൾ സജസ്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ എനിക്ക് ഇഷ്ടപ്പെട്ട ഒരെണ്ണം സെലക്ട് ചെയ്യുകയാണ്. ആൻഡ് നമുക്ക് കസ്റ്റമൈസ് ദിസ് ടെംപ്ലേറ്റ് എന്നുള്ളൊരു ഓപ്ഷൻ ക്ലിക്ക് ചെയ്യാം. ആൻഡ് ഇവിടെ നിങ്ങൾക്ക് ഇങ്ങനെയുള്ളൊരു ടെംപ്ലേറ്റ് ആയിരിക്കും ഓപ്പൺ ആയി വരുന്നത്. അപ്പോൾ ഇതിൽ നിങ്ങൾക്ക് വേണ്ടുന്ന ചേഞ്ചസ് ആഡ് ചെയ്യാവുന്നതാണ്. ഇവിടെ നിങ്ങൾക്ക് നിങ്ങളുടെ ഫോട്ടോ ആഡ് ചെയ്യാം. അപ്പോൾ ഫോട്ടോ എങ്ങനെ ആഡ് ചെയ്യാമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാനിത് ഡിലീറ്റ് ചെയ്യാണ്. ഡിലീറ്റ് ദിസ് ഇമേജ്. ഇവിടെ നിങ്ങൾക്ക് അപ്ലോഡ്സ് എന്നുള്ളൊരു ഓപ്ഷൻ ഉണ്ട്. അവിടെ നിങ്ങൾക്ക് അപ്ലോഡ് ഫയൽസ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങളുടെ ഏതെങ്കിലും ഒരു പാസ്പോർട്ട് സൈസ് ഫോട്ടോ അപ്ലോഡ് ചെയ്തതിന് ശേഷം, ഞാനൊരു എക്സാമ്പിൾ എടുക്കുകയാണ്. ജസ്റ്റ് ഏതെങ്കിലും ഒരു ഫോട്ടോ അപ്ലോഡ് ചെയ്തതിന് ശേഷം, ഇങ്ങനെയുള്ള പിക്ചർ ആയിരിക്കരുത്, ഇറ്റ് ഷുഡ് ബി എ പ്രൊഫഷണൽ ഫോട്ടോ. ഞാനിത് ഒരു എക്സാമ്പിളിന് വേണ്ടിയിട്ട് കാണിക്കുന്നത് മാത്രം. നിങ്ങൾക്കിതിങ്ങനെ അപ്ലോഡ് ചെയ്ത് അവിടെ ഫോട്ടോ ഫില്ല് ചെയ്യാവുന്നതാണ്. ആൻഡ് അത് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ പേര് ഇവിടെ ടൈപ്പ് ചെയ്യാവുന്നതാണ്. ആൻഡ് ഇവിടെ നിങ്ങൾ എന്ത് റോളിനാണോ അപ്ലൈ ചെയ്യുന്നത് ആ ഒരു റോൾ, അതായത് ഇപ്പോൾ നിങ്ങളൊരു സ്റ്റുഡൻ്റ് ആണെങ്കിൽ ആസ്പയറിംഗ് XYZ, അതായത് ആസ്പയറിംഗ് കൺസൾട്ടൻറ്റ് അല്ലെങ്കിൽ ഒരു ആസ്പയറിംഗ് ഡിജിറ്റൽ മാർക്കറ്റിംഗ് പ്രൊഫഷണൽ, അങ്ങനെ എന്തെങ്കിലും നിങ്ങൾക്ക് മെൻഷൻ ചെയ്യാവുന്നതാണ്. ആൻഡ് നിങ്ങൾ ഓൾറെഡി ഒരു എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ആളാണെങ്കിൽ നിങ്ങളുടെ കറണ്ട് റോൾ എന്താണോ, അല്ലെങ്കിൽ നിങ്ങളൊരു ബിസിനസ് അനലിസ്റ്റ് ആണെന്നിരിക്കട്ടെ, അപ്പോൾ നിങ്ങൾക്ക് ബിസിനസ് അനലിസ്റ്റ് ഇങ്ങനെ കൊടുക്കാവുന്നതാണ്. സോ അത് കഴിഞ്ഞിട്ട് വരുന്നതാണ് നമ്മളുടെ പ്രൊഫൈൽ സമ്മറി, അതേപോലെ നിങ്ങളുടെ എക്സ്പീരിയൻസസ്, പ്രീവിയസ് എക്സ്പീരിയൻസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത്, ആൻഡ് നിങ്ങളുടെ എഡ്യൂക്കേഷൻ, അതേപോലെ നിങ്ങളുടെ ആ ജോലിക്ക് വേണ്ടുന്ന സ്കിൽ സെറ്റ് കാര്യങ്ങളെല്ലാം, ആൻഡ് ഇവിടെ നിങ്ങളുടെ കോൺടാക്ട് ഡീറ്റെയിൽസ് നിങ്ങൾക്ക് മെൻഷൻ ചെയ്യാവുന്നതാണ്. സോ ഇപ്പോൾ മറ്റൊരു എക്സാമ്പിൾ കാണിച്ചു തരാം. ഇത് ഒരു SEO ഇന്റേൺ, അതായത് സെർച്ച് എഞ്ചിൻ ഒപ്റ്റിമൈസേഷൻ ഇന്റേണിന് വേണ്ടിയിട്ടുള്ള ഒരു ജോബ് പോസ്റ്റ് ആണ് ലിങ്ക്ഡിനിലെ. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് നോക്കിക്കഴിഞ്ഞാൽ അതിലെ കീ റെസ്പോൺസിബിലിറ്റീസ് കാണാം. അപ്പോൾ ഞാൻ ഈ റെസ്പോൺസിബിലിറ്റീസ് കോപ്പി ചെയ്തിട്ട്, നമുക്ക് ഗൂഗിൾ ജെമിനി എന്ന് പറയുന്ന ഒരു സോഫ്റ്റ്വെയർ ഉണ്ട്. അതായത് ഇപ്പം നിങ്ങൾക്ക് ChatGPT യൂസ് ചെയ്യാം, അല്ലെങ്കിൽ Claude AI യൂസ് ചെയ്യാം, എന്തും യൂസ് ചെയ്യാം. അപ്പോൾ നിങ്ങൾ ഒരു സ്പെസിഫിക് ജോലിക്ക് വേണ്ടിയിട്ടാണ് നിങ്ങൾ അപ്ലൈ ചെയ്യുന്നതെങ്കിൽ നിങ്ങൾക്ക് ആ റെസ്യൂമെ കസ്റ്റം ആയിട്ട് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു ഓപ്ഷനാണിത്. ഇതിൽ നിങ്ങൾ ആ ജോബ് ഡിസ്ക്രിപ്ഷൻ മെൻഷൻ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ശേഷം നിങ്ങൾക്ക് ടൈപ്പ് ചെയ്യാവുന്നതാണ്. പ്ലീസ് ഫൈൻഡ് ദ above JD and provide me a career objective for the same. കരിയർ ഒബ്ജക്റ്റീവ് കൂട്ടത്തിൽ നമുക്ക് വേറെ എന്തൊക്കെയാണ് വേണ്ടത്? സ്കിൽ സെറ്റ്സ് ഫോർ ദ സെയിം. ഓക്കെ, സോ ഇവിടെ നിങ്ങൾക്ക് ജസ്റ്റ് ഒരു കരിയർ ഒബ്ജക്റ്റീവ് കിട്ടിയിട്ടുണ്ട്. നിങ്ങൾക്കിത് കോപ്പി ചെയ്യാം. കാരണം ഞാൻ ഓൾവേസ് സജസ്റ്റ് ചെയ്യുന്നത് നിങ്ങളിത് കറക്റ്റായിട്ട് വായിച്ച് നിങ്ങളുടെ പേഴ്സണാലിറ്റിക്ക് മാച്ച് ചെയ്യുന്ന രീതിയിൽ ഇത് കസ്റ്റമൈസ് ചെയ്തിട്ട് മാത്രമേ നിങ്ങളിത് കോപ്പി ചെയ്യാവൂ. കാരണം നമ്മുടെ AI ടൂൾസിന് അറിയില്ല നിങ്ങൾ എങ്ങനെയുള്ള ഒരു പേഴ്സൺ ആണ്, നിങ്ങളുടെ ആസ്പിറേഷൻ എന്താണെന്നൊക്കെ. നമ്മൾ കൊടുക്കുന്ന ഇൻപുട്ടിനനുസരിച്ചാണ് അത് ഔട്ട്പുട്ട് വരുന്നത്. ആൻഡ് ഇവിടെ നിങ്ങൾക്ക് സ്കിൽ സെറ്റ് കാണാം, ടെക്നിക്കൽ SEO, ഓഫ് പേജ് SEO, ഡാറ്റ അനാലിസിസ്. അപ്പം ഇതിൽ നിങ്ങൾക്ക് സോഫ്റ്റ് സ്കിൽസ്, അപ്പോൾ നിങ്ങൾക്ക് ഇതെല്ലാം നിങ്ങളുടെ സ്കിൽ സെറ്റിലും കോപ്പി ചെയ്യാവുന്നതാണ്. ഓക്കെ, സോ അതിനുശേഷം നിങ്ങൾ ഇവിടെ ഷെയറിൽ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ ഡൗൺലോഡ് ഓപ്ഷൻ ഉണ്ട്. ആൻഡ് ഡൗൺലോഡ്സിൽ നിങ്ങൾക്ക് PDF സ്റ്റാൻഡേർഡ് ഡൗൺലോഡ് ചെയ്യാൻ ഓപ്ഷൻ ഉണ്ട്. നിങ്ങൾക്കത് ഡൗൺലോഡ് ചെയ്യാവുന്നതാണ്. ആൻഡ്
ഡൗൺലോഡ് ചെയ്തതിന് ശേഷം അത് നിങ്ങളുടെ ഡൗൺലോഡ് സിസ്റ്റത്തിൽ നിങ്ങളുടെ ഡൗൺലോഡ്സിൽ അത് കാണുന്നതാണ്. നമുക്ക് പെട്ടെന്നൊരു CV അല്ലെങ്കിൽ റെസ്യൂമെ ക്രിയേറ്റ് ചെയ്യേണ്ടി വന്നാൽ നമുക്ക് ഇങ്ങനെയുള്ള ആപ്ലിക്കേഷൻസ് യൂസ് ചെയ്യാവുന്നതാണ്. സോ നിങ്ങൾ ആലോചിക്കുക, നിങ്ങൾ പുറത്ത് പോയി ഇത് കാശ് കൊടുത്ത് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. നിങ്ങൾക്ക് തന്നെ നിങ്ങളുടെ ഒരു സിസ്റ്റം ഉണ്ടെങ്കിൽ ചെയ്യാവുന്ന കാര്യങ്ങളേ ഉള്ളൂ. ആൻഡ് മറ്റൊരു കാര്യമുള്ളത്, നിങ്ങൾക്ക് നിങ്ങളുടെ ഇമെയിൽ അഡ്രസ്സും അതേപോലെ കോൺടാക്ട് നമ്പറിൻ്റെ കൂടെ ലിങ്ക്ഡിൻ URL നിങ്ങൾക്ക് ഇവിടെ പേസ്റ്റ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. അതായത് ഇവിടെ നിങ്ങൾക്ക് അത് ലിങ്ക്ഡിൻ URLലും പേസ്റ്റ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. ഞാൻ ഒരു എക്സാമ്പിൾ കാണിച്ചു തരാം. ഇതിപ്പോൾ എൻ്റെ പ്രൊഫൈലാണ്. ഇതിൽ കോൺടാക്ട് ഇൻഫോയിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ നമ്മളുടെ URL കിട്ടുന്നതാണ്. ഓക്കെ, ഇതിപ്പോൾ ഞാൻ കോപ്പി ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ കൊണ്ടുവന്ന് പേസ്റ്റ് ചെയ്യാവുന്നതാണ്. ഓക്കെ, ആ പേസ്റ്റ് ചെയ്തതിന് ശേഷം ഇതൊരു URL ആയിട്ട് തന്നെയാണ് ആക്ട് ചെയ്യുന്നത്. നോക്കിയാൽ ഞാനിപ്പോൾ അത് ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ ഇത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇതെൻ്റെ അക്കൗണ്ടിലോട്ട് പോകും. ഓക്കെ, അപ്പോൾ നിങ്ങൾക്കൊരു സ്ട്രോങ് ലിങ്ക്ഡിൻ പ്രൊഫൈൽ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിൻ്റെ ലിങ്കും ഇതിൽ മെൻഷൻ ചെയ്യാവുന്നതാണ്. സോ അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോയിൽ. അടുത്തൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.